വീണ് കിടക്കുന്നവളെ വിഷ്ണു പിടിച്ചു പൊക്കിയതും ഞെട്ടിപ്പോയി അവൻ. അമ്മാളു, എന്താ പറ്റിയത്? അപ്പോഴേക്കും അവൾ അവൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു. മോളെ, എടി, എന്താ പറ്റിയത്? ഈശ്വര, ബ്ലഡ്! അവൻ ഉറക്ക കരഞ്ഞു. വിഷ്ണു ഏട്ടാ. അവ്യക്തമായി അമ്മാളു എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവളുടെ ബോധം പൂർണ്ണമായും മറഞ്ഞു പോയിരുന്നു. പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചു മടങ്ങിപ്പോരുമ്പോൾ എല്ലാവർക്കും ഒരേയൊരു പ്രാർത്ഥന മാത്രം. അമ്മാളുവിന് ഒന്നും വരുത്തരുതേ എന്ന്. വിഷ്ണുവിൻ്റെ ഉറക്കെയുള്ള നിലവിളിയായിരുന്നു പ്രഭയുടെ കാതിൽ അപ്പോഴും മുഴങ്ങിക്കേട്ടത്. അമ്മേ, അമ്മേ, എൻ്റെ അമ്മാളു, അവൾ വീണു. ഞാൻ ഹോസ്പിറ്റലിലാണ്, ഒന്ന് വേഗം വരൂ അമ്മേ. അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. എനിക്ക് പേടിയാവുന്നു അമ്മേ. ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് പ്രഭയും മീരയും. ഇരുവരുടെയും മിഴികൾ നിറഞ്ഞൊഴുകുകയാണ്. സിദ്ധുവിൻ്റെ വണ്ടിക്ക് വേഗത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മീര ഇടയ്ക്കിടയ്ക്കെല്ലാം അവനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അരമണിക്കൂറെടുത്തു അവർ ഹോസ്പിറ്റലിലെത്താൻ. എൻക്വയറിയിൽ പോയി അന്വേഷിച്ച ശേഷം അവർ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കലേക്ക് ഓടി. തലയ്ക്ക് കൈയും കൊടുത്ത് വിഷ്ണു ഇരിക്കുന്നത് കണ്ടു. മോനെ വിഷ്ണുട്ടാ, എന്താ പറ്റിയത്? പ്രഭ മകൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവരെ കണ്ടതും വിഷ്ണു ചാടി എഴുന്നേറ്റു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മേ, അമ്മേ, എൻ്റെ കുഞ്ഞു പോയമ്മേ, അറിയാതെ പോയമ്മേ. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. വിഷ്ണു പറഞ്ഞത് കേട്ടതും മീരയും പ്രഭയും വാവിട്ട് കരഞ്ഞു. എൻ്റെ മോനെ, സത്യമാണോടാ? അതെ അമ്മേ, ഇന്നിവിടെ വന്നപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത്. കൃഷ്ണ, എന്തൊരു പരീക്ഷണമായിപ്പോയി. ആ കുഞ്ഞ്, അതിനെ ഞങ്ങൾക്ക് വിധിച്ചില്ലല്ലോ. മീരയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. മോനെ, അമ്മാളും ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അകത്തുണ്ടമ്മേ, എനിക്ക് കൂടുതൽ പേരും ഒന്നും അറിയില്ല. അവൻ്റെ വാക്കുകൾ ഇടറി. പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞെങ്കിലും അമ്മാൾ ഒരിക്കൽ പോലും താൻ പ്രഗ്നൻ്റ് ആണെന്ന് കരുതിയില്ല. ഒരാഴ്ചയൊക്കെ ഇടയ്ക്ക് അവൾക്ക് ലേറ്റായാണ് വരുന്നത്. അതുപോലെയാകുമെന്ന് ഇതും എന്ന് പാവം പെണ്ണോർത്തു. വയറിടിച്ച് വീണ ശേഷം ബോധം മറഞ്ഞു പോയതാണ് അവൾക്ക്. പിന്നീട് ഹോസ്പിറ്റലിലെത്തി. ഇടയ്ക്കൊക്കെ വിഷ്ണുവേട്ടൻ തന്നെ പേരെടുത്ത് വിളിക്കുന്നത് മാത്രമാണ് അവൾക്ക് ആകെയുള്ള ഓർമ്മ. കുറേ നേരം കഴിഞ്ഞ് താൻ കണ്ണു തുറന്നപ്പോൾ കുറച്ച് സിസ്റ്റർമാർ റൂമിൽ കൂടി നടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമായില്ല. സിസ്റ്റർ, പതിയെ അവൾ വിളിച്ചപ്പോൾ ഒരു സിസ്റ്റർ തിരിഞ്ഞു നോക്കി. എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ടെങ്കിൽ പറയണേടാ. സിസ്റ്റർ വന്നിട്ട് അവളുടെ നെറുകയിൽ തലോടി. എനിക്ക് എന്താ പറ്റിയേ വിഷ്ണുവേട്ടൻ? അവൾ ചുറ്റിനും നോക്കി. ഏട്ടൻ വെളിയിലുണ്ട്, വിളിക്കാം കേട്ടോ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് പോയി. എന്നിട്ട് പെട്ടെന്ന് കയറി വന്നു. കരഞ്ഞു കലങ്ങിയ മിഴികളോട് കൂടി അപ്പച്ചിയും മീരേച്ചിയും ഏട്ടനുമൊക്കെ വന്നു. നമുക്ക് വിധിച്ചില്ല, പോട്ടെ മോളെ. അപ്പച്ചി കരഞ്ഞപ്പോൾ തൻ്റെ വലത് കൈ അറിയാതെ അവളുടെ വയറിലേക്ക് നീണ്ടു. എന്തൊക്കെയോ വേദന. വിഷ്ണുവേട്ടനെ നോക്കി. വലിഞ്ഞു മുറുകിയ മുഖമാണ് ആൾക്കെന്ന് തോന്നി. തൻ്റെ നേർക്ക് നോക്കാതെ മറ്റെവിടേക്കോ നോക്കി നിൽക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷം അവരൊക്കെ വെളിയിലേക്ക് പോയി. ആ സമയത്താണ് തനിക്ക് ബോധം വന്നത്. ഈശ്വര, എനിക്ക് അയ്യോ, എൻ്റെ കുഞ്ഞു പോയോ? കണ്ണുകൾ നിറഞ്ഞു തൂവി. കാഴ്ചയ്ക്ക് മൂടുപടം തീർത്തു. അലറിക്കരയാൻ മനസ്സ് വെമ്പിയെങ്കിലും പിടിച്ചു നിന്നു. വേറെ നിവൃത്തിയില്ലാതെ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ട് ഇത് 2ാം നാളാണ്. ഇല്ലത്തേക്ക് പോയിക്കോളാമെന്ന് കുറേ പറഞ്ഞു നോക്കിയെങ്കിലും അപ്പച്ചിയും ഏട്ടത്തിയും സമ്മതിച്ചില്ല. അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ആഗ്രഹവും സങ്കടവുമുണ്ട്, പക്ഷെ അനുസരിക്കാതെ മാർഗമില്ല. അതിനേക്കാളേറെ മനസ്സിൽ തട്ടിയത് വിഷ്ണുവേട്ടൻ്റെ അകൽച്ചയായിരുന്നു. ആൾക്ക് മിണ്ടാനൊക്കെ ഒരു മടി. തീർത്തും ഗൗരവമാണ് എപ്പോൾ, അതും തൻ്റെ നേർക്കു മാത്രം. ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഹോസ്പിറ്റലിൽ വന്നില്ല. സിദ്ധുവേട്ടനായിരുന്നു തന്നെയും അമ്മയും ഒക്കെ കൂട്ടാൻ വന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിയോടെയായിരുന്നു വീട്ടിലെത്തിയത്. റൂമിലെത്തിയപ്പോൾ വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ. നേരെ കയറി കിടന്നു. നന്നായി ഒന്ന് ഉറങ്ങി. ആരും ശല്യം ചെയ്യാഞ്ഞതുകൊണ്ട് നന്നായി ഉറങ്ങി. 5:30 വിഷ്ണുവേട്ടൻ വന്ന് കതകിൽ കൊട്ടി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റതും തല കറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞായിരുന്നു ചെന്ന് വാതിൽ തുറന്നത്. അകത്തേക്ക് കയറിയതും അമ്മാളു അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നിട്ട് പൊട്ടിക്കരച്ചിലായിരുന്നു. അമ്മാളു, പോട്ടെ, കരയാതെ. അവൻ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. വിഷ്ണുവേട്ടാ, എന്നോട് ദേഷ്യമാണെന്നറിയാം, വെറുപ്പുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. മിക്കവാറും ഇങ്ങനെയാവും ലേറ്റായിട്ട് പീരീഡ്സ്. ഇതും അങ്ങനെയാണെന്ന് കരുതി. പക്ഷെ നമ്മുടെ കുഞ്ഞ്, അവനോടൊന്നും എനിക്കറിയില്ലായിരുന്നു. പോയല്ലോ ഏട്ടാ, നമ്മുടെ കുഞ്ഞു ബാബ പോയല്ലോ. മുഖമുരുട്ടിക്കൊണ്ട് അവൾ അവനോട് പറ്റിച്ചേർന്ന് കിടന്നു. സാരമില്ല, ഈശ്വരൻ നമുക്ക് വിധിച്ചതല്ലായിരുന്നു, അത്ര തന്നെ. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ ബോഡി വീക്കാണ്, ശരിക്കും സൂക്ഷിക്കണം. വിഷ്ണുവേട്ടൻ എന്നോടെന്താ ഒന്ന് സംസാരിക്കാൻ പോലും വരാഞ്ഞത്? എന്നെ കാണുമ്പോൾ ദേഷ്യമല്ലായിരുന്നോ? അതൊക്കെ എൻ്റെ നെഞ്ചിൽ തെറിച്ചു, അറിയാമോ? അതിനുശേഷം ഒന്നും പറയാതെ അവളുടെ തോളിൽ തട്ടിയ ശേഷം വിഷ്ണു അകത്തേക്ക് കയറി. മോളെ അമ്മാളു, കുളിക്കണമല്ലോ മോളെ.
ചൂടുവെള്ളത്തിൽ വേണം കുളിക്കാൻ, എങ്കിലേ ശരീരവേദനകളൊക്കെ മാറൂ. മീരടുത്തി അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും അമ്മാളും അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. താഴേക്ക് കൂടെ ഇറങ്ങി വരണ്ട കേട്ടോ, ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്നോളാം. മോള് പോയി കിടന്നു. ഇങ്ങനെ നിൽക്കാതെ അവളുടെ കവിളിലൊന്ന് തലോടിയ ശേഷം മീര മുറി വിട്ടിറങ്ങി. വിഷ്ണു വേഷമൊക്കെ മാറ്റി കുളിച്ചു വന്നപ്പോൾ അമ്മാളു തൻ്റെ വയറിന്മേൽ കൈയും വെച്ചുകൊണ്ടിരുന്ന് കരയുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് വന്നു. എന്നിട്ട് അമ്മാളുവിൻ്റെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ചെന്ന് കുളിക്കുക, ക്ഷീണമൊക്കെ മാറട്ടെ. ഇങ്ങനെ ഇരുന്ന് ബാക്ക് പെയിൻ കൂടും. മാറി ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ അവൻ തന്നെയാണ് എടുത്തു കൊടുത്തത്. എന്നിട്ട് അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി. ഡോർ അടയ്ക്കേണ്ട കേട്ടോ. തലയെങ്ങാനും ചുറ്റിയ അവൻ പറയുന്നതിനൊക്കെ തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട് അവൾ. അങ്ങനെ തന്നെയാണ് ചെയ്തതും. ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസവും തോന്നിയിരുന്നു. ചായയും പലഹാരവും ഒക്കെ മിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വിഷ്ണു അതെല്ലാം അവളെ കഴിപ്പിച്ചു. നീ കിടന്നു, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ചായ കുടിച്ചില്ല. അവൻ മുറി വിട്ടിറങ്ങിപ്പോയി. ദിവസങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അമ്മാളു പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കോളേജിൽ പോകാൻ പക്ഷേ തുടങ്ങിയില്ല. 10-20 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാവാമെന്ന് അപ്പച്ചിയും ഏട്ടത്തെയും കൂടെ പറഞ്ഞപ്പോൾ അവൾ അതനുസരിക്കുകയായിരുന്നു. അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും ആഴ്ചയിൽ ഒന്ന് വീതം മകളുടെ അടുത്തേക്ക് വരും. വിഷ്ണുവിനായിരുന്നു കുഞ്ഞിനെ നഷ്ടമായതിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം. അതവിടെ എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു. അവനാകെ കൂടെ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അമ്മാളു ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് കരുതി വിഷ്ണുവിന് ഇത്തിരി ദേഷ്യവുമായിരുന്നു അവളോട്. പിന്നീട് അവൻ്റെ കോളേജിലൊരു സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ധരിപ്പിച്ചു. എന്തെങ്കിലും പോരായ്മകളൊക്കെയുള്ള കുഞ്ഞിനെ പ്രകൃതി തന്നെ തിരിച്ചെടുക്കുമെന്നും ടെൻഷൻ ആവണ്ട, ഇതൊന്നും ആരുടെയും കുഴപ്പമല്ലെന്നും ഈശ്വരൻ വിധിച്ച നേരത്ത് നല്ലൊരു വാവയെ നിങ്ങൾക്ക് തരും. ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ശ്രദ്ധയും സാന്ത്വനവുമാണ് വേണ്ടത്. അമ്മാളുവിന് അയാൾ പറഞ്ഞു കൊടുത്തപ്പോൾ വിഷ്ണുവിന് ഒരുപാട് കുറ്റബോധം തോന്നി. ഒരധ്യാപകനായിട്ട് പോലും താൻ ഇതൊന്നും മനസ്സിലാക്കി അവളോട് പ്രവർത്തിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് ആത്മനിന്ദയാണ് അനുഭവപ്പെട്ടത്. അന്ന് വൈകുന്നേരം കോളേജിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം വിഷ്ണു അമ്മാളൂരിനോട് ഒരുപാട് ക്ഷമയൊക്കെ പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ ആ പാവം ഇരുന്ന് കരഞ്ഞു. സാരമില്ലടാ, നമുക്ക് നല്ലൊരു മാവയെ മഹാദേവൻ നൽകും. അതിന് എത്ര കാലം വേണേലും ഞാൻ കാത്തിരിക്കാം. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മാളു, എക്സാം ഡേറ്റ് കിട്ടിയേട്ടോ. ഇനി നീ നല്ലോണം പഠിത്ത് ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകും. കോളേജിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു വിഷ്ണു അവളോട് പറഞ്ഞത്. പഠിക്കേണ്ട രീതിയും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളും ഒക്കെ വിഷ്ണു അവളോട് പറഞ്ഞു കൊടുത്തു. അമ്മാളും എല്ലാം തലകുലിക്ക് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ ദിവസവും സ്ട്രോങ് ആയിട്ട് അവൾ പഠിക്കാൻ ആരംഭിച്ചു. വിഷ്ണു കൂടെ ഇരുന്ന് തന്നെ അവൾക്ക് ക്ലാസ് എടുത്തു, പരീക്ഷയിട്ടു. പെണ്ണിനാണെങ്കിൽ ഒന്നും തിരിയാൻ മേലാത്ത അവസ്ഥയും. ഇടയ്ക്കൊക്കെ അവൾക്ക് ദേഷ്യം വരും. പക്ഷേ അവൻ്റെ അടുത്ത് പെണ്ണിൻ്റെ ഒരു വിളച്ചിലും നടക്കില്ല. പഠനകാര്യത്തിൽ അവൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് അവൾക്ക് എല്ലാ പരീക്ഷയും അങ്ങനെ എളുപ്പമായി. അങ്ങനെ എൻ്റെ എക്സാമൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി എന്താണോ സാറിൻ്റെ നെക്സ്റ്റ് പ്ലാൻ? ആദ്യം കോഫി ഷോപ്പിൽ കയറി നമ്മൾ രണ്ടാളും സ്ട്രോങ് ആയിട്ടൊരു കോഫി കുടിക്കുന്നു. ശേഷം വീട്ടിൽ ചെന്നിട്ട് രാത്രി സ്ക്രീനിൽ. ഓക്കെ? അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അമ്മാളുവിന് പിടികിട്ടിയില്ല. അതെന്തായിരുന്നു ഉദ്ദേശിച്ചത്? കോളേജ് റോഡിൽ നിന്നും അവൻ്റെ കാറ് ടൗണിലേക്ക് തിരിഞ്ഞു വരികയാണ്. എന്താ എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ ചെന്നിട്ട് മനസ്സിലാക്കി തരാൻ കൊച്ചേ, അതുപോലെ പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഇടത് കൈ കൊണ്ട് അമ്മാളുവിൻ്റെ വയറിലൊന്ന് തോണ്ടി. ഏകദേശം കാര്യം പിടികിട്ടിയപ്പോൾ അമ്മാളുവിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ഇവിടെ ഒരു ആൾതാമസമൊക്കെ വേണ്ടേ വേണേ? സമയം അതിക്രമിച്ചിരിക്കുന്നല്ലേ? അവൻ അവളെ ഇളക്കാനായി വീണ്ടും പറഞ്ഞു. മതി പറഞ്ഞത്, കൂടുന്നുണ്ട് കേട്ടോ. തുടുത്ത മുഖത്തോടെ അമ്മാൾ പുറത്തേക്കിറങ്ങി. ആ രാത്രി മുതൽ വീണ്ടും ഒരു പൊൻവസന്തം വിരുന്ന് വരുമെന്നറിഞ്ഞുകൊണ്ട് അവർ മത്സരിച്ച് പ്രണയിച്ചു. അങ്ങനെയിരിക്കെ കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിശേഷം മേലെടുത്ത തറവാടിനെ ആകമാനം പൂത്തലയിച്ചു. ചെറിയ തലകറക്കം പോലെ തോന്നിയിട്ട് അമ്മാളും മീരയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. വിഷ്ണു എത്താൻ കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രഭയായിരുന്നു അവരെ രണ്ടാളെയും അയച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ആ വിവരം അറിയുന്നത്. മീരയാണെങ്കിൽ പരിസരം പോലും മറന്ന് അമ്മാളുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അവിടെ വെച്ച് തന്നെ പ്രഭയെയും ലേഖയെയും ഒക്കെ വിളിച്ച് സന്തോഷ വർത്താനം അറിയിച്ചു. വീണ്ടും എല്ലാവർക്കും സന്തോഷം. അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും പലതവണ മകളെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നെങ്കിലും കോളേജിൽ പോകേണ്ടത് കാരണം അവൾ വീട്ടിലേക്ക് പോയില്ല. അവിടെ നിന്നും യാത്ര ചെയ്ത് കോളേജിലെത്താൻ മാളുവിന് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഇടയ്ക്കൊക്കെ അവർ അവളെ കാണുവാനായി വന്നുകൊണ്ടിരുന്നു. വിഷ്ണുവേട്ടാ, ദേ ആ തട്ടുകേട് നിന്ന് ചവിട്ടിക്കേ. എനിക്ക് ഇത്തിരി ചൂട് ദോശയും തക്കാളി ചട്നിയും കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. തൻ്റെ വീർത്ത വയറിൽ ഒന്ന് തലോടിക്കൊണ്ട് അമ്മാളു പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു. എന്നിട്ട് അവൾക്ക് ഏറെ പ്രിയപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയ ശേഷം ഇരുവരും കൂടി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പെണ്ണ് തൻ്റെ അടുത്ത ആഗ്രഹം പറഞ്ഞത്. എന്നും ഇത് പതിവുള്ളതിനാൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല.
പാർസൽ വാങ്ങിയോ ഏട്ടാ? നല്ല മുരിഞ്ഞ് ചൂടുദോശ മുറിച്ച് ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെക്കുന്നതിനിടയിൽ അമ്മാള് ചോദിച്ചു. അതവരെടുത്തോളും, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സ്ഥിരമായിട്ട് വിഷ്ണുവും അമ്മാളും അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഒപ്പം വീട്ടിലേക്കും എല്ലാവർക്കും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. വിഷ്ണുവിന് കുറച്ച് ദോശ മുറിച്ച് അവൾ വായിൽ വെച്ച് കൊടുത്തു. മതി മതി, നീ കഴിച്ചോ, നിന്റെ കൊതി മാറട്ടെ. ഇല്ലെങ്കിലേ എൻ്റെ കൊച്ചു വലുതാവുമ്പോൾ നിന്നെപ്പോലെ കൊതിച്ചിയാവും. രാത്രിയിൽ വിഷ്ണുവിൻ്റെ നെഞ്ചോരം ചേർന്ന് ഇത്തിരി പാടുപെട്ട് തിരിഞ്ഞു കിടക്കുകയാണ് അമ്മാളു. അവനും അവളുടെ നേർക്ക് തിരിഞ്ഞു വന്നു. എന്നിട്ട് ആ നുറുകയിൽ ഒന്ന് മുത്തി. എന്നാലും എൻ്റെ വിഷ്ണുവേട്ടാ, എനിക്ക് എപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അവൾ വലത് കൈയെടുത്ത് താടിക്ക് കൈയും കൊടുത്ത് വിഷ്ണുവിനെ നോക്കി. എന്താടാ, എന്തു പറ്റി? അല്ല, കൃത്യം 1 മാസം കൊണ്ട് ഇതെങ്ങനെ? മറുപടിയായി അവൻ അവളുടെ കാതിൽ എന്തോ പറഞ്ഞു. ഹോ, നമ്മുടെ കുഞ്ഞാവയുടെ ഒരു കാര്യം, ആൾ ജഗജില്ലയാണല്ലേ. അവൾ പറഞ്ഞു നിർത്തിയതും വിഷ്ണു ഒന്ന് എഴുന്നേറ്റ് അവളുടെ വീർത്ത വയറിൽ അത്തരം ചേർത്തു. ചക്കരവാവേ, ലവ് യു. അമ്മാളുവിന് തൻ്റെ ഗർഭകാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. കാരണം വിഷ്ണുവിൻ്റെ സ്നേഹവും പരിലാളനയും ആവോളം അവൾക്ക് ലഭിച്ചു. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാ വീക്കെൻഡിലും അവളെ ഔട്ടിങ്ങിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുവൻ. ഓരോ ദിവസവും വീർത്തു വരുന്ന അവളുടെ വയറിലേക്ക് നോക്കി അവൻ കാത്തിരുന്നു, തൻ്റെ കൺമണിയെ ഒന്ന് കാണുവാൻ വേണ്ടി. അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് പറഞ്ഞു നോക്കി കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ. പക്ഷേ വിഷ്ണു സമ്മതിച്ചില്ല. യാതൊരു കാരണവശാലും തൻ്റെ അരികിൽ നിന്ന് അവളെ മാറ്റില്ല എന്നുള്ളത് അവൻ തീരുമാനിച്ച കാര്യമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവർ അമ്മാളുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. വിഷ്ണു ഇടയ്ക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും അവൾ എന്തെങ്കിലും ബുക്സ് വായിക്കണം. അവൻ ലൈബ്രറിയിൽ നിന്നും ബുക്സ് കളക്ട് ചെയ്തുകൊണ്ട് വന്നു വെച്ചിട്ടുണ്ടായിരുന്നു. മാളൂരാണെങ്കിൽ ചില ദിവസങ്ങളിൽ മടിയാണ്. അപ്പോഴൊക്കെ അവൻ അവൾക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം കൊടുക്കുകയും ചെയ്യും. പക്ഷേ വിഷ്ണുവിൻ്റെ പോളിസി എന്ന് പറയുന്നത് കുഞ്ഞുവാവയ്ക്ക് നല്ല അറിവും വിവരവും ഒക്കെ വേണമെങ്കിൽ ഇത്തിരി വായന അമ്മയ്ക്ക് അത്യാവശ്യമാണ് എന്നതായിരുന്നു. 7-ാം മാസത്തിലെ ചടങ്ങ് വന്നപ്പോൾ അമ്മാളുവിനെ അവളുടെ വീട്ടിലേക്ക് അയക്കാൻ അവൻ ഇത്തിരി വിഷമം വന്നു. എങ്കിലും യാതൊരു നിർവാഹവും ഇല്ലാത്തതിന് ഒറ്റ ദിവസത്തേക്ക് അവളെ പറഞ്ഞു വിടുകയാണ് അവൻ ചെയ്തത്. എന്നിട്ട് അടുത്ത ദിവസം ഉച്ചയോടുകൂടി അവളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു. എന്നോട് എത്രമാത്രം വെറുപ്പ് കാണിച്ചിരുന്ന ആളാണ്. കുഞ്ഞാവയുടെ ഇഷ്ടം കണ്ടല്ലേ ഈ കരുതൽ സ്നേഹമൊക്കെ. അവനോട് ചേർന്ന് കിടന്ന് കുറുമ്പോടുകൂടി അമ്മാള് ചോദിക്കുമ്പോൾ മറുപടിയായി അവളുടെ കവളിൽ ആഴത്തിലൊരു മുത്തം കൊടുത്തു. അതിലൂടെ വ്യക്തമായിരുന്നു അവൻ്റെ സ്നേഹം എത്രത്തോളമാണെന്നുള്ളത്. അങ്ങനെ ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അഡ്മിറ്റ് ആയിക്കൊള്ളാൻ. പെട്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് ടെൻഷൻ തോന്നിയെങ്കിലും കുഞ്ഞുവാവയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ അമ്മാള് സന്തോഷിച്ചു. പ്രഭയും മീരയും നേരത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞതും അവർ ഇരുവരും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു. അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും വൈകുന്നേരത്തോടു കൂടി എത്തി. അടുത്ത ദിവസം വെളുപ്പിനെ 4 മണിക്കായിരുന്നു അവൾക്ക് പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ എടുത്തത്. അതുവരെ തികച്ചും ലാഘവത്തോടുകൂടി കാര്യങ്ങൾ കണ്ടവൾ നേരം പിന്നിടുന്തോറും ചെറുതായി കരയുന്നത് വിഷ്ണുവിനെ ഞെട്ടിച്ചു. പെയിൻ കൂടി വരികയാണെന്നറിഞ്ഞതും ലേബർ റൂമിലെ സിസ്റ്റർ വന്ന് അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിലടയും മുന്നേ അമ്മാളു നിറഞ്ഞ മിടികളോടെ വിഷ്ണുവിനെ ഒരു നോട്ടം നോക്കി. അത് അവൻ്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ തറയ്ക്കുന്നതായിരുന്നു. അമ്മയും അപ്പച്ചിയുമൊക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് അവൾക്കായി പ്രാർത്ഥിച്ചു. എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടണം എന്നായിരുന്നു ആ സമയത്ത് തൻ്റെയും ഒരേയൊരു പ്രാർത്ഥന. ഇടയ്ക്കൊക്കെ നേഴ്സുമാർ ഇറങ്ങി വരുമ്പോൾ പ്രതീക്ഷയോടുകൂടി അവർ നോക്കും. പ്രൈമി ആയതുകൊണ്ട് ഒന്നുമായിട്ടില്ലെന്നും സമയമെടുക്കുമെന്നും ഒക്കെ നേഴ്സ് അറിയിച്ചു. വെളുപ്പിന് 5 മണിക്ക് ലേബർ റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയതാണ് അമ്മാളുവിനെ. നേരം ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഒരനക്കവുമില്ലാതെ വന്നപ്പോൾ വിഷ്ണു ചെന്ന് ഡോക്ടറെ കണ്ടു. അതൊക്കെ ചെറിയ ചെറിയ പെയിനാണെന്നും ശരിക്കുള്ള കൺട്രാക്ഷൻ ആരംഭിക്കാൻ കുറച്ചു കൂടി വെയിറ്റ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഒപ്പം അമ്മാളുവിനെ കയറി കാണുവാൻ വിഷ്ണുവിന് അനുവാദവും നൽകി. അതിത്തെ വിഷമമുള്ള കാര്യമാണെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും പാവം അമ്മാളുവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. എടാ, പെട്ടെന്ന് കഴിയും, ഡോക്ടർ പറഞ്ഞത് കേട്ടോ. കുറച്ച് സമയം കൂടി നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ. അവളുടെ വിരലുകളിൽ വിരൽ കോർത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അമ്മാള് വിങ്ങിക്കരഞ്ഞു. ഒരു തരത്തിൽ അവളെ സമാധാനിപ്പിച്ചു. വിഷ്ണു പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും അവനെ കാത്തു നിൽപ്പുണ്ട്. പിന്നെയും പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ. ഏകദേശം 1 മണിയാവാറായി നേരം. ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു. വൈദേഹി, വിഷ്ണുവിൻ്റെ കൂടെ ആരാണുള്ളത്? വിഷ്ണു ഓടി അവരുടെ അടുത്തേക്ക്. ഡെലിവറി കഴിഞ്ഞു, മോനാണ് കേട്ടോ, കുഞ്ഞിനെ ഇപ്പോൾ കാണിക്കാം. പുഞ്ചിരി അവർ പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് മതിമറന്നു. 10 മിനിറ്റിനുള്ളിൽ തൂവെള്ള നിറമുള്ള തുണിയിൽ പൊതിഞ്ഞു കുഞ്ഞിനെ സിസ്റ്റർ കൊണ്ടുവന്നു. കണ്ണുകൾ ഇറക്കി അടച്ചു കിടക്കുന്ന തൻ്റെ പൊന്നോമനെ വിഷ്ണു അരുമയോട് നോക്കി. അച്ചയുടെ പൊന്നെ, ഉറങ്ങുവാണോ? പ്രഭ കുഞ്ഞിനെ മേടിച്ച് മാറോട് ചേർത്തു. നല്ല ഉറക്കത്തിലാണല്ലോ വാവ, ഒന്ന് എഴുന്നേറ്റ് വായോ.
വിഷ്ണു പറഞ്ഞതും പെട്ടെന്ന് തന്നെ കുഞ്ഞാവ കണ്ണു ചിമ്മി തുറന്ന് എല്ലാവരെയും നോക്കി. അത് കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അച്ഛനെ മനസ്സിലായി അല്ലേ പൊന്നെ? നോക്കിയേ കണ്ണു തുറന്നത്, മീര പറഞ്ഞപ്പോൾ വിഷ്ണു കുഞ്ഞിൻ്റെ കവിളിൽ ഒന്ന് തോണ്ടി. വൈദേഹി, വിഷ്ണു ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം. കുഞ്ഞിനെയുമായിട്ട് സിസ്റ്റർ അകത്തേക്ക് വീണ്ടും പോയി. അമ്മയും മീരടത്തെയും ഒക്കെ എല്ലാവരെയും ഫോണിൽ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മാളുൻ്റെ അച്ഛനെയും അമ്മയും. അപ്പോഴേക്കും അച്ഛനും ഏട്ടനും കുട്ടികളെയും കൂട്ടിയെത്തി. വരെ അവർ സ്കൂളിൽ പോയുള്ളൂ. എന്നിട്ട് ലീവ് എടുത്ത് വന്നതാണ്. വിഷ്ണുവിനോട് അമ്മാളുവിനെ കയറി കണ്ടോളാൻ സിസ്റ്റർ വന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് അവിടേക്ക് കയറി ചെന്നു. ചെറു പുഞ്ചിരി തൂകി കിടക്കുകയാണ് പെണ്ണ്. പെട്ടെന്നെന്തോ അവൻ്റെ മിഴികൾ നിറഞ്ഞു. അവളുടെ നെറ്റിയിലൊരു മുത്തം കൊടുത്തുകൊണ്ട് അവനൊന്ന് മന്ദഹസിച്ചു. വിഷ്ണു ഏട്ടാ, കണ്ടോ വാവേനെ? പതിഞ്ഞ ശബ്ദത്തിൽ അമ്മാളു അവനോട് ചോദിച്ചു. കണ്ടടാ. എൻ്റെ ശബ്ദം കേട്ട് അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ സന്തോഷം തുടികൊട്ടി. ആഗ്രഹം പോലെ ഒരു മോനെ കിട്ടി നമുക്ക്, അല്ലേ ഏട്ടാ? അവൾ സാവധാനം പറഞ്ഞു. അതെ, ഇനിയൊരു മോളെ കൂടി കിട്ടിയ ഞാൻ കൃതാർത്ഥനായി. വിഷ്ണു മെല്ലെ അവളോട് പറഞ്ഞപ്പോൾ അമ്മാളു അവനെ കടുപ്പിച്ചൊരു നോട്ടം നോക്കി. ഇത്രയൊക്കെ ആയിട്ട് ഒരു മാറ്റമില്ലല്ലോ. എനിക്കെൻ്റെ ശരീരം മുഴുവൻ നീറിപ്പോകയോ മനുഷ്യ? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണു ഒന്ന് കണ്ണിറക്കി കാണിച്ചു. ചുമ്മാ പറഞ്ഞതാ പെണ്ണെ, നീ പറയാതെ നിന്നെ ഒന്ന് തൊട്ടുപോലും നോക്കില്ല, സത്യം. തൻ്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് അവൻ പറയുന്നത് കണ്ടപ്പോൾ അമ്മാളു ഒരു ചിരിയോടെ കിടന്നു. അപ്പോഴേക്കും കുഞ്ഞിനെ പാലൂട്ടുവാൻ വേണ്ടി ഒരു സിസ്റ്റർ അവിടേക്ക് കൊണ്ടുവന്നു. സിസ്റ്റർ, ഒരു സെൽഫി എടുത്തോട്ടെ പ്ലീസ്, വിഷ്ണു പറഞ്ഞപ്പോൾ അവർ കുഞ്ഞിനെ അമ്മാളുവിൻ്റെ കയ്യിൽ കൊടുത്തു. മൂവരും കൂടി ഒരു സെൽഫി. അവൻ്റെ ഫോട്ടോ നിറയെ മിന്നിക്കൊണ്ടേയിരുന്നു.